കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ നാണം തോന്നിയെന്നേ. എന്തൊക്കെയുണ്ട് നീരജ് വീട്ടിൽ വിശേഷങ്ങൾ? അവിടെ എന്ത് കേട്ട വിശേഷങ്ങൾ? സാധാരണ വിശേഷങ്ങൾ തന്നെ. ഞാനെന്നാ നിങ്ങക്ക് ചായ എടുക്കാം. വേണ്ട പൂർണിമേ, ഞങ്ങള് വരുന്ന വഴി കോഫി ഷോപ്പിൽ കയറിയിരുന്നു. ആഹാ. ആ, അത് പറഞ്ഞപ്പോഴാ കോഫി ഷോപ്പിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരെ കണ്ടു. ആരെ? ആ താരയും സഞ്ജയനെ. ഓ, രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ചാ നടപ്പ്. അതെ, പലരും ഇക്കാര്യം പല വട്ടം എന്റെ അടുത്ത് പറഞ്ഞതാണ്. നമ്മളത് കെയർ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയായിരുന്നത്. പക്ഷെ ദേ ഇപ്പോ ഞാൻ നേരിട്ട് കണ്ടപ്പോ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. അവരെന്താ ഇങ്ങനെ പബ്ലിക്കായി നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നാട്ടുകാരെ കാണുമെന്നൊരു തോന്നലെങ്കിലും വേണ്ടേ? ഇതുവരെ ഡിവോഴ്സ് പോലും നടന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ധ്വനിമോളുടെ അച്ഛനാണെന്നും പറഞ്ഞ് പല സ്ഥലത്തും കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഏട്ടാ, നമുക്കിത് വലിയ നാണക്കേട് തന്നെയാണ്. അവരെന്ത് ചെയ്യുന്ന സഹദേവ നീ പറയുന്നത്? യോ, എന്റെ പൊന്നു മഹിയേട്ട, അതൊന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഞാനും നീരജയും കൂടെ കോഫി ഷോപ്പിലോട്ട് ചെന്നപ്പോഴേ ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കൊടുക്കുന്നു. പിന്നെ കണ്ണിൽ നോക്കിയിരിക്കുന്നു. ആ റെസ്റ്റോറന്റ് മുഴുവൻ കേൾക്കുന്ന രീതിയിൽ തമാശ പറഞ്ഞങ്ങ് ചിരിക്കുക. പിന്നെ ഒരു ജ്യൂസേ 2 സ്ട്രോ ഇട്ട് ഒരു ഗ്ലാസ്സിൽ നിന്ന് കുടിക്കുന്നു. ഓ, കാണുന്നവർക്ക് തന്നെ നാണം തോന്നുന്ന പ്രണയലീലാവിലാസങ്ങൾ എന്തൊക്കെ കാണണം. കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ നാണം തോന്നിയെന്നേ. സത്യം പറയാലോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കയറിയാണ് വന്നത്. പക്ഷെ ഒരു പബ്ലിക് പ്ലേസ് വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കി അതിന്റെ നാണക്കേടാർക്കാ? നമുക്കല്ലേ, നമ്മുടെ കുടുംബത്തിനല്ലേ. അവർക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അത് നമ്മൾ നോക്കണ്ട ഏട്ടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നു. കഴിഞ്ഞ തവണ നമ്മളെല്ലാരും കൂടെ റെസ്റ്റോറന്റിൽ പോയപ്പോ അവിടെ വെച്ചും സഞ്ജയും താരയും കണ്ടില്ലേ? അതെ. അപ്പൊ ഞാൻ വിചാരിച്ചത് അവരവിടെ യാദൃശികമായിട്ട് ആ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടതാണെന്നാ. പക്ഷെ അങ്ങനെയല്ല. അവര് സ്ഥിരമായിട്ട് കറക്കമാണ്. ആരെങ്കിലും എവിടെങ്കിലും പോകുന്ന കാര്യം നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് പറയുന്നേ? സഞ്ജയ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ആളാ. അയാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നമ്മൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. പൂർണിമേ, അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ബന്ധം അല്ല നിങ്ങൾക്കിടയിലുള്ളത്. നീ പറഞ്ഞതുപോലെ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് 2 ആവണം. അതായത് ഡിവോഴ്സ് ആവണമെന്ന്. നീയേ ഇങ്ങനെ ഡിവോഴ്സിനെ എതിർത്ത് നിന്നാ എങ്ങനെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുന്നത്? ചെറിയച്ച,
ഇതിനുള്ള മറുപടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഏ, പൂർണിമ മാതൃക മഹിയേട്ടാ, ഈ പൂർണിമ ഇങ്ങനെ പറഞ്ഞ് ഡിവോഴ്സ് നടത്തായിരുന്ന എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൂർണിമയുടെ ജീവിതത്തിൽ അവളാണ് തീരുമാനം എടുക്കേണ്ടത്. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ സഞ്ജയ് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം അവൻ പറഞ്ഞ ചിലപ്പോ പൂർണിമ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്ശെ. അവന്റെ മനസ്സിൽ എന്തോ പ്ലാൻ എന്ന് ആർക്കറിയാം? ദേ, നിയമപരമായിട്ട് അവൻ ഇപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിലെ മരുമോനാണ്. അതിൽ നിന്ന് അവ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ? എനിക്കറിയില്ല. ഏ? സഞ്ജയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ വിശ്വാസത്തിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? ആളുകള് 10 രൂപ കിട്ടാൻ ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്ത കാലോ? ആ, നമുക്ക് നോക്കാം. ഞങ്ങള് പറയാനുള്ളോ പറഞ്ഞു. എല്ലാവരും ചേർന്ന് പൂർണിമയെ പറഞ്ഞു മനസ്സിലാക്കി നല്ല തീരുമാനം എടുത്ത ഇതിനൊരു അവസാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും ഈ വീട്ടിൽ നടക്കും. ആ, നീരജേ, നീ വാ വാ. പൂർണിമയും സഞ്ജയ് അടുത്തത് മുതൽ നമ്മുടെ പ്ലാനിംഗ് ഒക്കെ പൊളിഞ്ഞു തുടങ്ങിയതായിരുന്നു. അവരുടെ കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്നിട്ടത് നടന്നില്ലേ? എടി, കല്യാണം നടന്നെങ്കിലും നമ്മൾ രണ്ടെണ്ണത്തിനെയും 2 വഴിക്കാക്കിയില്ലേ? ഉം. എത്ര കഷ്ടപ്പെട്ടിട്ടാ അന്നത് ചെയ്തെന്നറിയോ? ഇനിയും അവരെ അടുക്കാൻ അനുവദിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാൻ ഇന്ന് ആ സഞ്ജയെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് വെച്ചൊരു കഥ പറഞ്ഞു കൊടുത്ത. അത് നന്നായി. ആ, അതവൾക്ക് നന്നായി കൊണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. കൊണ്ടു. പൂർണിമയുടെ മനസ്സിൽ സഞ്ജയോട് ഇനി എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. അതത്ര എളുപ്പമല്ല സഹദേവേട്ട. ഉം? എത്രയൊക്കെ പറഞ്ഞാലും പൂർണിമ പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനല്ലേ സഞ്ജയ്? ആ സ്നേഹം ഒരു പെണ്ണിനും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറക്കണം. ഇനി ഒരിക്കൽ കൂടി പൂർണിമയും സഞ്ജയ് ഒരുമിച്ച അതിന്റെ നഷ്ടം നമുക്ക് മാത്രോ? ഇത്രയും നാളുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതും നടപ്പിലാക്കാൻ നോക്കിയതും ഒക്കെ വെറുതെയാവും. എടീ, പരസ്പരം കണ്ടാൽ പോരടിക്കുന്ന പോലെ ശത്രുക്കളാക്കി മാറ്റിയ നമ്മൾ ജയിച്ചു.